ഹലോ എവ്രിവാൻ, നമ്മുടെ ഇന്നത്തെ ടാസ്ക് ഒരു സ്റ്റിക്ക് മേക്കിംഗ് ആണ്. ഞാൻ കുറച്ച് പിക്ചേഴ്സ് ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് പിൻട്രസ്റ്റിൽ പോയി ക്യൂട്ട് ഏസ്തറ്റിക് കവായി ഇങ്ങനെ കീവേഡ്സൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് കാണിക്കും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സൊക്കെ ഒന്ന് വരച്ചെടുക്കുക, ദെൻ കളർ ചെയ്യുക. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് മാർക്ക് പെൻസ് ആണ്. ആൻഡ് ഓൾസോ നോർമൽ പേപ്പറല്ല, സ്കെച്ച് ബുക്ക് പേപ്പറാണ്, കുറച്ചുകൂടെ തിക്നെസ് കൂടിയ പേപ്പറാണ്. അപ്പോൾ ഞാൻ ഈ പിക്ചേഴ്സൊക്കെ ഒന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് പ്രോസസ്സൊന്നും ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല ബിക്കോസ് ദ വീഡിയോ വിൽ ബി ടു ലോങ്. അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട കളേഴ്സ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ കുറച്ച് പിക്ചേഴ്സൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ പോരാ, ഒന്നും കൂടി ഇതിനെ കട്ട് ചെയ്തെടുക്കാനുണ്ട്. നമ്മൾ ഓരോ പിക്ചേഴ്സായിട്ട് നല്ല കെയർഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓരോ പിക്ചറിൻ്റെയും ഔട്ടർ ഏരിയയിൽ കുറച്ച് സ്പേസ് ലീവ് ചെയ്ത് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഓരോന്നായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫേവറേറ്റ്സൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. നെക്സ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് ഒരു ബേക്കിംഗ് പേപ്പറും സെല്ലോ ടേപ്പുമാണ്. ബേക്കിംഗ് പേപ്പർ വെച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് സെല്ലോ ടേപ്പ് ഒട്ടിക്കുക. ദെൻ നമ്മുടെ സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു സെല്ലോ ടേപ്പ് എടുത്ത് അതിന് മുകളിലായിട്ട് ഒട്ടിക്കണം. ഇത് ചെയ്യുമ്പോൾ ഒന്ന് കെയർഫുള്ളായിട്ട് ചെയ്യാം കേട്ടോ. അതിനുശേഷം സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. പിക്ചേഴ്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓരോ പിക്ചറിൻ്റെയും ഔട്ടർ ഏരിയയിൽ കുറച്ച് സ്പേസ് ലീവ് ചെയ്ത് കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ജേർണലിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഇതുപോലെ സെൽഫായിട്ട് സ്റ്റിക്കേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഞാനിവിടെ ഇപ്പോൾ എല്ലാ സ്റ്റിക്കേഴ്സും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ എൻ്റെ ഒരു സ്കെച്ച് ബുക്കിൽ ഇതൊന്ന് ഒട്ടിച്ച് നോക്കാൻ പോവാണ്. ഒരു ബ്ലാക്ക് സ്കെച്ച് ബുക്ക് എടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന് റാൻഡമായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ഓരോ സ്റ്റിക്കേഴ്സിൻ്റെയും ബാക്ക് സൈഡിൽ നിന്ന് ബേക്കിംഗ് പേപ്പർ പീൽ ചെയ്തെടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല സ്റ്റിക്കിയാണ്, പെട്ടെന്നൊന്നും സ്റ്റിക്കർ പോകത്തില്ല. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് പറയാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. ആൻഡ് ഓൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.